ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പെസഹ കാലഘട്ടത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായമാണ്. അത് 8 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഭാഗം. അതുകൊണ്ട് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. കുറേ ആവർത്തി ഇത് വായിക്കുമ്പോഴാണ് ആ ഒരു ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുക. കാവൽക്കാരുടെ വ്യാജ പ്രസ്താവന, അതേക്കുറിച്ചും ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പണം കൊടുത്ത് അവരെ കൊണ്ട് ഈശോ ഉയർത്തിട്ടില്ല എന്ന് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമുക്കതിനെക്കുറിച്ച് ബോധരാകേണ്ട കാര്യമില്ല. ആ കഥ ഇപ്പോഴും യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരിക്കുന്നു എന്നാണ് വചനം പറയുക. നമുക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്, അത് വിശ്വസിക്കുക. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കർത്താവ് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-9 വാക്യം, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇത് നമുക്ക് അനുഗ്രഹമാണ് വേണ്ടത്, കർത്താവിൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ഈ വിശ്വാസ സത്യം, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് ഹൃദയത്തിൽ അങ്ങ് അത് ഉറപ്പിക്കുക. അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാവും. നല്ലൊരു കാലഘട്ടമാണ് പെസഹ കാലം. പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, ഈസ്റ്ററോടുകൂടി എല്ലാം തീർന്നു എന്നാണ് വിചാരിക്കുക. നല്ല പോലെ ഭയങ്കരമായിട്ട് കഠിനമായിട്ടൊക്കെ പരിശ്രമിച്ച് കുരിശിൻ്റെ വഴി പ്രാർത്ഥന എല്ലാം മുട്ടിരുന്നിറങ്ങും. ഇല്ലാത്തൊരു സ്നേഹം. തപസ്സുകാലാകുമ്പോഴും ഭയങ്കര സ്നേഹം. ചില ആളുകൾ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്ത്യാനികളുണ്ട്, അങ്ങനെ കൊണ്ടാടുന്നവരുണ്ട്. അപ്പോൾ ഈസ്റ്ററോടുകൂടി എല്ലാം തീർന്നു, നോയമ്പൊക്കെ അവസാനിപ്പിച്ച് അങ്ങനെ പോകും. പക്ഷേ ഇതാണ് ഇനി പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പലർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ 50 നോയമ്പെന്ന പ്രയോഗം അത് ബിബ്ലിക്കലല്ല. പക്ഷേ 50-ാം തിരുനാൾ എന്നത് അത് ബിബ്ലിക്കലാണ്. പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അത് 50-ാം തിരുനാൾ എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഈസ്റ്റർ ഞായറാഴ്ച മുതൽ പെന്തക്കോസ്ത തിരുനാൾ ഞായറാഴ്ച അതുവരെ 50 ദിവസമാണ്, കൃത്യമാണത്. ഒരു എണ്ണത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയണം നമ്മൾ. നമുക്കതാണ് ആവശ്യം. നമുക്ക് ഈശോയെ അറിയാം, ഈശോ മരിച്ചെന്നറിയാം. ഇനി അത് പുതിയതായിട്ട് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കിനി ഈശോയ്ക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എങ്ങനെ ജീവിക്കാം, ഈശോയ്ക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ദൗത്യമേൽപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. തുടർന്ന് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം വായിക്കുമ്പോഴും 15 വരെയാണിന്ന്. മത്തായി 28, 8 മുതൽ 15 വരെ. മത്തായി 28, 16 പ്രേക്ഷിത ദൗത്യമേൽപ്പിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലെ ഗലീലി ഗലീലി എന്ന് പറയുന്ന വാക്ക് അത് 2 തവണ ആവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ 8-ാമത്തെ വാക്യം, അവർ കല്ലറ വിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പം എന്താണ് വിവരം? എന്താണ് വിവരം? അത് അവരോട് പറയുന്നത് കർത്താവല്ല, കർത്താവിൻ്റെ ദൂതനാണ്. മത്തായിയുടെ സുവിശേഷ പ്രകാരം കല്ലുരുട്ടി മാറ്റുന്നത് കർത്താവിൻ്റെ ദൂതനാണ്. മറ്റ് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു യുവാവ്, വെള്ളവസ്ത്രധാരിയായ ഒരു യുവാവ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2 പേർ എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കാണപ്പെട്ടു എന്ന് മാത്രം പറയപ്പെടുന്നു. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ദൂതൻ കല്ല് മാറ്റി അതിന്മേൽ ഇരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ ദൂതനാണ് ഇവരോട് പറയുക. മഗ്ദലന മറിയം, അത് മറ്റേ മറിയം, 2-3 സ്ത്രീകളുള്ളതായിട്ട് മറ്റ് സുവിശേഷങ്ങളിൽ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മഗ്ദലന മറിയം എന്ന് മാത്രം പറയുന്നു. അപ്പോൾ അങ്ങനെ അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട മരിച്ചവരെ പോലെയായി. അപ്പോൾ ഇനി ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മഗ്ദലന മറിയത്തിന് ഇനി എന്ത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി. അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവർ കല്ലുരുട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് ആര് മാറ്റും? കല്ലുരുട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ആര് മാറ്റും എന്ന് പറഞ്ഞ് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് പോയത്.
മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം, അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. യഥാർത്ഥത്തിൽ ഇതൊരു ഭയങ്കര തീക്ഷ്ണതയാണ്. ഈശോയെ കാണാനായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ഈശോയ്ക്ക് വേണ്ടി കല്ല് വരെ മാറ്റാൻ അവർ തയ്യാറായി വരാം. ആരാ മാറ്റുക? ഈശോയ്ക്ക് വേണ്ടി. ഇതാണ് ഉത്ഥാനം കഴിഞ്ഞിട്ട് നമുക്കുണ്ടാകേണ്ട ഒരു അനുഭവമാണ്. ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പം ഈ ഗലീലി, അപ്പോൾ അവരാണ്, മാലാഖയാണ്, കർത്താവിൻ്റെ ദൂതനാണ് പറയുക, അവൻ ഇവിടെ ഇല്ല, താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു, അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ, വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലേക്ക് പോകുന്നെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുന്നുവെന്നും പറയുവിൻ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഒരു ഉത്തരവ് പോലെയാണ്. അപ്പം ഇതാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു കൊടുത്തത്, ഗലീലിലേക്ക് പോകാൻ ശിഷ്യന്മാരോട് പോയി പറയണം. അപ്പം ഗലീലി യഥാർത്ഥത്തിൽ ഈശോ ആരംഭിച്ച സ്ഥലമാണ്. ഹെറോദേസ് ഈശോയെ കൊല്ലാനായിട്ട് ഒരുമ്പെട്ട് അവർ ഈജിപ്തിലേക്ക് ഓടിപ്പോയപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. പിന്നീട് ഹെറോദേസിൻ്റെ മരണശേഷം മത്തായിയുടെ സുവിശേഷം 2-ാം വാക്യം, മകൻ അർക്കലാവോസാണ് പിതാവായ ഹെറോദേസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അപ്പോൾ ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് ഗലീലിയിലാണ്. ഗലീലിലെ ജോർദാനിലാണ് ഈശോ മാമോദീസ സ്വീകരിച്ചത്. അപ്പോൾ ആരംഭിച്ചിടത്തേക്ക് തന്നെ പോയി എവിടെ ഈശോ അഭിഷേകത്തോടെ ആരംഭിച്ചോ അവിടെ വെച്ച് ശിഷ്യന്മാരെ അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗലീലിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 28-16 യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിലെ മലയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലാനാണ് ഈ നിർദ്ദേശം. അപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം 8-ാമത്തെ വാക്യം, അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടി ശിഷ്യന്മാർ വിവരമറിയിക്കാൻ ഓടി. ഇതാണ് നമുക്ക് ഈ പെസഹക്കാലത്ത് നമുക്കുണ്ടാകേണ്ട തീക്ഷ്ണത, കല്ലുരുട്ടി മാറ്റാനുള്ള ആഗ്രഹം, ഈശോയുടെ ആ ദൂത് പറയാനായിട്ടുള്ള ആ ഒരു തീക്ഷ്ണത, ഇത് നമുക്കുണ്ടാകട്ടെ. നമ്മൾ നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്, നമ്മുടെ പരിഹാര പ്രവൃത്തികൾ നിർത്തരുത്. ഇനിയും ഈശോയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടിരിക്കുക. കാരണം എന്തിനാ? അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ് അഭിഷേകം. അപ്പോൾ അതൊരു സന്ദേശമായിട്ട് സ്വീകരിക്കുക. എന്തുകൊണ്ട് ഗലീലിലേക്ക് പോകാൻ പറഞ്ഞു? അവിടെ ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ച സ്ഥലമാണ്, മാമോദീസ സ്വീകരിച്ച സ്ഥലമാണ്. അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കാൻ. എന്നിട്ട് എന്തിനാ? യാത്ര ജെറൂസലേമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഗലീലിൽ ആരംഭിച്ച ജെറൂസലേമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ജെറൂസലേമിൽ ഈശോ മരിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ വിളിയും അത് തന്നെയാണ്. കർത്താവ് ആരംഭിച്ചിടത്തുനിന്ന് ആരംഭിച്ച കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി ജീവൻ വെടിയാൻ, കർത്താവിന് വേണ്ടി പ്രഘോഷിക്കാൻ, കർത്താവിൻ്റെ സാക്ഷിയായി തീരാനുള്ള വിളിയാണ്. അത് നമുക്ക് ഒരു സന്ദേശമായിട്ട് സ്വീകരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അപ്പോൾ ഈ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതനുസരിച്ച് അവർ കല്ലറ വിട്ട ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അതായത് കല്ലറയിൽ ചെല്ലുമ്പോൾ അവിടെ ഈശോയെ കാണുന്നില്ല. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞനുസരിച്ച് അവർ ശിഷ്യന്മാരോട് ആ വാർത്ത പറയാൻ വേണ്ടി പോകുന്ന വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. എന്നിട്ട് ഈശോ വീണ്ടും പറയുകയാണ്, അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിയിലേക്ക് പോകണമെന്ന്, അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മഗ്ദലന മറിയവും കൂടെ ഉണ്ടായിരുന്നവരും കർത്താവിന് ദൂതൻ പറഞ്ഞനുസരിച്ച് ആ വാർത്ത അറിയിക്കാൻ പോയപ്പോഴാണ് ഈശോ എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തത്. നമ്മൾ ഒരു ഈശോ അനുഭവം ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ ഈ സുവിശേഷം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സത്യമായും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടു, വ്യാജ പ്രസ്താവനയല്ല, കർത്താവ് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതല്ല, കർത്താവ് ഉയർപ്പിക്കപ്പെട്ടു, ഉദ്ധിതൻ്റെ മക്കളാണ് ഞങ്ങൾ
എന്ന് പ്രഘോഷിക്കാനായിട്ടുള്ള വിളിയാണ്. ഇത് നമ്മൾ പറയണം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ വരും. ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഈ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എതിരെ വരും, നമ്മളെ കാണും. അതാണ് നമുക്ക് ഈ രണ്ട് സന്ദേശങ്ങൾ സ്വീകരിക്കാം. കർത്താവ് ആരംഭിച്ചിടത്തുനിന്ന് ആരംഭിക്കാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്തിനാ? ജെറൂസലേമിലേക്ക് തുടരാൻ വേണ്ടിയിട്ടാണ്, യാത്ര തുടരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വ്യക്തമായ അനുഭവം നമുക്കുണ്ടാകും. നമ്മൾ ഇനിയും ഉഴപ്പിയും ഞായറാഴ്ച ആചരിക്കാതെയും കൂടെ കൂടെ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഈശോ എതിരെ വന്നാലും നമുക്ക് മനസ്സിലാകില്ല. ഈശോയെ ആരാധിക്കുന്ന ഒരു കാര്യം നമുക്ക് അനുഭവത്തിലേക്ക് വരില്ല. ഈശോയെ ആരാധിക്കുന്നത് അനുഭവത്തിലേക്ക് വരണം. ഈശോ അനുഭവം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ പ്രിയ ദൈവമക്കളെ. അതുകൊണ്ടാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം ഞാൻ നിങ്ങൾ വായിച്ചത് കേട്ടില്ലേ? 10-ാം അധ്യായം 9-ാം വാക്യം, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി, ഈ വഴി ഞാൻ തളരാതെ നീങ്ങാനായി നീ വരേണേ ജീവനായി, ജീവനേകും ഭോജ്യമായി പിരിയാതെ നാഥനെ ഉള്ളിൽ വാഴണമേ. യേശുവേ നിൻ സ്നേഹമായി മാറിലണയാം ഞാൻ, ജീവനും നിൻ ഭാരവും നിന്നിലേകാം ഞാൻ. ആമേൻ.